संबंध में मैं अभी आगे बात करने जा रहा हूँ। ഇപ്രകാരം തുടർച്ചയായി ദൈവവചനം കേൾക്കുന്നവരിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? इस प्रकार लगातार परमेश्वर के वचन सुनने वालों से परमेश्वर क्या उम्मीद रखता है? അതിന് ആധാരമായി പ്രാരംഭമായി ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. और उसके आधार में मैं इब्रानियों की पत्री 8वीं अध्याय उसकी 4th वचन से लेके 8वीं वचन तक मैं पढ़ना चाहूंगा। ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. ചുട്ടുകളക അത്രേ അതിന്റെ അവസാനം. जिन्होंने एक बार ज्योति पाई है और जो स्वर्गीय वरदान का स्वाद चख चुके हैं और पवित्र आत्मा के भागी हो गए हैं और परमेश्वर के उत्तम वचन का और आने वाले युग के सामर्थ्य का स्वाद चख चुके हैं, यदि वे भटक जाए तो उन्हें मन फिराव के लिए फिर नया बनाना अनहोना है, क्योंकि वे परमेश्वर के पुत्र को अपने लिए फिर क्रूस पर चढ़ाते हैं और प्रकट में उस पर कलंक लगाते हैं। क्योंकि जो भूमि वर्षा के पानी को जो उस पर बार बार पड़ता है पी पी कर जिन लोगों के लिए वह ज्योति बाई जाती है, उनके काम का साग पात उपजाती है, वह परमेश्वर से आशीष पाती है। पर यदि वह झाड़ी और ऊंट कटकटारे उगाती है तो निकम्मी और सप्रीत होने पर है और उसका अंत जलाया जाना है। ആമേൻ. ദൈവത്തിന്റെ വചനം കേട്ട് ദൈവകൃപയിലേക്ക് ഒരു സമയത്ത് വന്ന ആളുകളുടെ ജീവിതത്തില് അതിന് വിപരീതമായിട്ട് ചില കാര്യങ്ങളല്ലേ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നതിന്റെ അനന്തരഫലങ്ങൾ പരിണിത ഫലങ്ങളെ കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. यहाँ देखिए, परमेश्वर के वचन को जानकर परमेश्वर के इच्छा किए हुए लोगों के जिंदगी में जब वे परमेश्वर से दूर हो जाते हैं तो उसके विपरीत आने वाले बातों के बारे में याद दिला रहा है। ഇന്നലെ രാത്രിയിലും നാം അതിനെ കുറിച്ച് അല്പമായി കേൾക്കുകയുണ്ടായല്ലോ. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ സംരക്ഷണവും പരിപാലനവും ദൈവിക കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ കുടുംബം എങ്ങനെയാണ് പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട് അവർ പാപത്തിൽ വീണു എന്ന്. कल रात को भी उस विषय के संबंध में कुछ बातों को हमने सीखा था, सुना था। एदन के वाटिका में परमेश्वर ने रखा हुआ आदम और हव्वा के उस पारिवारिक जिंदगी में परमेश्वर की इच्छा के अनुसार परमेश्वर के आवाज को सुनने वाले उस परिवार के बीच में किस प्रकार परमेश्वर से दूर होने वाली उस अवस्थाएं उनकी जिंदगी में आई। നാം എല്ലാവരും സമയാസമയങ്ങളിൽ ദൈവവചനം കേട്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശനം ലഭിച്ചവരാണ്. हम सब हर अलग अलग समयों में परमेश्वर की उस ज्योति प्राप्त करते हुए उसके वचन को सुनकर परमेश्वर के पीछे हुए लोग हैं। നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കുരുടായിരുന്നു. ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരായിരുന്നു. हम जब पापी थे तो हमारे हृदय का नजर अंधा था और हम इस प्रकार परमेश्वर के ज्योति से अंधकार की अवस्था में रहते थे। എന്നാൽ ദൈവത്തിങ്കിലേക്ക് നാം തിരിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണാടി ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കുവാനിടയായി തീർന്നു. अगर जब हम परमेश्वर की ओर फिर गए तब हमारे हृदय के उस आईना खुल गया और वो इस प्रकार प्रकाशमान होने लगा। അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു സ്വർഗീയ ദാനമാണ് ഏറ്റവും നല്ലത്. നാം അത് ആസ്വദിക്കുവാൻ തുടങ്ങി. और इस प्रकार हम समझने पाए कि परमेश्वर की उस वरदान जो है वो एकदम सबसे अच्छी बात है, उत्तम है और उस बात को हम चखने लगे। അതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണെന്ന്. उसके बाद हम पहचाना कि पवित्र आत्मा की सामर्थ को पाना जरूरी है.
അങ്ങനെ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ എല്ലാവരെയും നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. इस प्रकार परमेश्वर ने अपने आत्मा की भरपूरी में हम सबको चलाया. സമയാസമയങ്ങളിൽ ദൈവം തന്റെ വചനം നമ്മോട് അയച്ച് നമ്മുടെ അടുക്കലേക്ക് അയച്ച് ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. अलग अलग समयों में परमेश्वर ने अपने वचन को हमारे पास भेजकर हमसे वार्तालाप करता रहा, व्यवहार करता रहा. വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നു. आने वाले उस संसार की सामर्थ्य को परमेश्वर ने हमें बताया. അത് ആസ്വദിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. और उस स्वाद को चखने के लिए परमेश्वर ने हमें सामर्थ्य दिया. ഇങ്ങനെ എല്ലാവിധത്തിലുള്ള ആത്മീയമായ ആനുകൂല്യങ്ങൾ ലഭിച്ചവർ ഏതെങ്കിലും കാരണവശാൽ പിന്മാറിപ്പോയാൽ, और इस प्रकार हर एक आत्मिक फायदाओं को प्राप्त किए हुए व्यक्तियां अगर कोई भी कारण अगर वो पीछे हट जाते हैं तो അവർ എന്താണ് ചെയ്യുന്നത്? തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാകും. ये क्या कर रहे हैं? वे परमेश्वर के पुत्र को अपने लिए फिर क्रूस पर चढ़ाते हैं. അവനിൽ ലോകാപവാദം വരുത്തുന്നവരാകും. और वे इस संसार में कलंक लगाते हैं. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. और वापस उन्हें मन फिराव के लिए नया बनाना अनहोनी है. ആമേൻ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിലോ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. परमेश्वर का वचन इस प्रकार कहता है कि मेरा धर्मी जन है वो विश्वास के द्वारा जिएगा. अगर पीछे हट जाता है, पीछे भटक जाता है तो मेरे मन के अंदर उसके लिए प्रसन्नता नहीं है. ഈ വചനഭാഗത്ത് പിന്മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. इस वचन के भाग में भटक जाने की या पीछे हटने की अवस्था के बारे में कहता है. അവൻ പിന്മാറ്റം ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. और इस प्रकार पीछे हटने की अवस्था या भटकने की अवस्था एक दिन की प्रक्रिया नहीं है. ഇത് അനേക ദിവസങ്ങളിലെ പ്രക്രിയയുടെ അനന്തരഫലമാണ്. अनेक दिनों के प्रक्रिया के फल स्वरूप हम इस प्रकार भटक जाते हैं. ആമേൻ. ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വീണു, പക്ഷേ സാത്താൻ വന്ന് അത് എടുത്തുകൊണ്ട് പോയി. परमेश्वर का वचन इस प्रकार हृदय में गिरा मगर शैतान आकर उन वचनों को लेकर गया. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ വചനം കേട്ടോണ്ടിരുന്നപ്പോൾ ഒരു വൈകാരികമായ സന്തോഷം ഉണ്ടായി, ചില തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ വചനത്തിന് വിരോധമായി പ്രയാസങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ ദൈവം പറഞ്ഞതെല്ലാം മറന്നുപോയി. अगर चाहिए तो हम इस प्रकार उस बात को बता सकते हैं कि जब परमेश्वर का वचन सुन रहा था तो हमारे अंदर आत्मा के उस एक अचानक भावना के वजह से हम उस वचनों को स्वीकार किया. अगर जिंदगी में जब प्रतिकूल और तकलीफ आई तब उसके सामने हम निडर होकर खड़ा नहीं रह पाए. हम പഴയ നിയമ ഇസ്രായേലിനോട് ദൈവം അത് പ്രത്യേകം പറയുന്നുണ്ട്, മോശ മുഖേന യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. और मूसा के द्वारा पुराने नियम के इस्राएल के प्रजा को परमेश्वर उस बात को खास से कहता है कि परमेश्वर का नाम इस प्रकार व्यर्थ नहीं लेना है. എന്നാൽ ദൈവം അവരോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം അവർ അവഗണിച്ച് മുന്നോട്ട് പോയി. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ എന്റെ നാമം ദുഷിക്കപ്പെട്ടു എന്ന് പിന്നെ ദൈവത്തിന് പറയേണ്ടതായി വന്നു. अगर परमेश्वर के नाम व्यर्थ लेते थे और वे इस प्रकार परमेश्वर के बातों को सुनने के बावजूद परमेश्वर से दूर होने लगा और परमेश्वर को उनसे कहना पड़ा कि आपके वजह से जातियों के बीच में मेरा नाम इस प्रकार निंदित हो रहा है. ഇതിന് സമാനമായിട്ടാണ് പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവോ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞത്. बराबर हमारे मसीह ने नए नियम में इस प्रकार उस वचन को कहा, अगर कोई भी मेरे पीछे होना चाहते हैं वो अपने आप को इनकार करते हुए वो सलीब को लेकर मेरे पीछे हो ले. പലതും ത്യജിച്ചെങ്കിൽ മാത്രമേ കർത്താവിനെ നമുക്ക് പരിപൂർണമായി അനുഗമിക്കുവാൻ കഴിയുകയുള്ളൂ. हम अनेक बातों को इनकार करेंगे, त्याग करेंगे, तब ही हम मसीह को पूरी तौर से उसके पीछे हो पाएंगे. വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ഇരുതോണിയിലെ യാത്രയല്ല. विश्वास की जिंदगी जो है वो दो नाव के सफर नहीं है. അവൻ മൈതാനത്തിന്റെ കരയിൽ, സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ
ഇരുന്ന് അല്ലെ കളി കാണാൻ എളുപ്പമാണ്. और इस प्रकार मैदान के चारों ओर खड़ा रहकर उसके किनारे में खड़ा रहकर दर्शक बनकर खेल देखना आसान है। എന്നാൽ ആ കളിക്കളത്തിലേക്ക് ഇറങ്ങി അല്ലെ കളിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. मसीह जिंदगी जो है वो मैदान में उतरकर उस खेल में भागी होना और खेलना अर्थात कहते हैं कहलाते हैं। നാം ഒരു യുദ്ധക്കളത്തിലാണ് അല്ലെ നാം പോരാട്ടത്തിലാണ്. हम एक युद्ध के मैदान में हैं, हम एक लड़ाई के बीच में हैं। അല്ല നാം ഒരിക്കലും മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് വെച്ച് അവൻ അലറുന്ന സിംഹം പോലെ ഊടാടി നടക്കുന്നവനാണ്. और मैंने जिस प्रकार पिछले दिन आपको याद दिलाया, हमें इस बात को नहीं भूलना चाहिए कि हमारे विरोधी जो शैतान है वो इस प्रकार निकलने वाले सिंह के समान घूम रहा है, मंडरा रहा है और ढूंढ रहा है कि किसको वो निकल सके। അല്ല നമ്മുടെ കർത്താവായ യേശുവിനെ പരീക്ഷിക്കുവാൻ അവൻ മടി കാണിച്ചവല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ എത്രയധികം അവൻ പരീക്ഷിക്കും. हमारे मसीह को परखने के लिए उसने कोई भी प्रयत्न नहीं छोड़ा। अगर इस प्रकार है तो हमें गिराने के लिए, हमें परखने के लिए वो कितना मेहनत करेगा। അല്ല ദൈവത്തിന്റെ കൃപയിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടു പോകുവാൻ വചനവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുവാൻ പിശാച് വളരെ തന്ത്രപരമായി പ്രവർത്തിക്കുന്നവനാണ്. ईश्वरीय मार्ग में से हमें पीछे की ओर खींचने के लिए, परमेश्वर के वचन में से हमें भटकाने के लिए शैतान हमें हमारे और कितने हमारे विरुद्ध कितने बातों को और प्रलोभन को वो डाल सकता है। ഇവിടെ ദൈവവചനത്തെ ഉപമിച്ചിരിക്കുന്നത് 7ാമത്തെ വാക്യത്തിലും മഴയോടാണ്. और यहाँ देखिए परमेश्वर का वचन 7वें वचन में वर्षा के पानी के साथ तुलना किया गया है। പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്, अक्सर बार बार बरसने वाली उस पानी को पीने के बाद, ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഏകദേശം നമ്മൾ 42 പ്രാവശ്യം ഈ വചനമാകുന്ന മഴ നമ്മൾ കുടിക്കാൻ പോവുകയാണ്. इस 21 दिन की उपवास की सभाओं में करीबन 42 बार परमेश्वर की वचन रूपी उस वर्षा से हम पीने जा रहे हैं। അവൻ പെയ്ത മഴ എന്തിനാണ് ഭൂമി കുടിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുടിക്കണം? और बरसाया हुआ पानी को क्यों पृथ्वी पीना है और पिया है? അവൻ കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കണം. और इस प्रकार हल जोतने वालों को और कृषि करने वालों को, खेत में काम करने वालों को इस प्रकार उचित फल प्राप्त करने के लिए, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. उस प्रकार परमेश्वर की आशीष वे पाएंगे। നാം ദൈവത്തിന്റെ കൃഷിയാണെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. कुरिन्थियों के पत्र में इस प्रकार प्रेरित पौलुस कहता है कि हम परमेश्वर के कृषि हैं। അതുപോലെ നാം ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. और हम परमेश्वर के संगी सेवक हैं। ദൈവത്തിന്റെ സഭ അത് ദൈവത്തിന്റെ കൃഷിയാണ്. परमेश्वर की कलीसिया वो परमेश्वर की कृषि है। ഇങ്ങനെ തുടർമാനമായി ദൈവവചനമാകുന്ന മഴ കുടിച്ചിട്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവഹിത പ്രകാരമുള്ള ജീവിതമാണ്. और इस प्रकार हम निरंतर उस परमेश्वर के वचन के रूपी उस वर्षा के पानी को पीकर हम परमेश्वर हमसे क्या चाहता है उसके इच्छा के अनुसार हम आगे बढ़े। എന്നാൽ അതിന് വിപരീതമായി ഭൂമി എന്ത് കിളിർക്കുന്നു? मगर देखिए उसके विपरीत इस पृथ्वी से क्या उत्पन्न होती है? മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. और देखिए वो झाड़ी और ऊंट कटारे और इस प्रकार निकम्मी और श्रापित होने पर है। നാം ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് നാം കണ്ണോടിച്ച് പഠിക്കുമ്പോൾ അല്പം ജോഗ്രഫി നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ലോകത്തിലെ ഭൂരിഭാഗം മരുഭൂമിയും മഴ കിട്ടാത്തിടത്തോ അല്ലെങ്കിൽ വെള്ളമില്ലാത്തിടത്തോ ഒന്നുമല്ല. और इस प्रकार हम इस भूगोल के बारे में कुछ बातों को सीखेंगे तो हम समझ सकते हैं कि इस भूगोल में ज्यादातर जो जंगल है और जो डेसर्ट है वो इस प्रकार पानी उपलब्ध नहीं है, ऐसे जगहों में नहीं है। അറേബ്യൻ ഗൾഫ് കൺട്രീസിനെ
നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തേ 4 വശവും കടലും വെള്ളവുമാണ്. പക്ഷെ എങ്ങനെയാണ് ആ ഭൂമി അവിടുത്തെ ഭൂപ്രകൃതി മരുഭൂമിയായത്? हम इस प्रकार गल्फ के राज्यों के बारे में देखते हैं तो हम समझ सकते हैं कि उसके चारों ओर इस प्रकार अरब की महासागर से वो घेरा हुआ है, तो फिर वहां के उस जगह जो है वो किस प्रकार मरुस्थल हो गया है। അതുപോലെ ആഫ്രിക്കയില് എന്നും മഴ പെയ്യുന്ന ഒരു കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റ്. और अफ्रीका जो देश है हर दिन उस जगह में बारिश होने वाली होता है। ലോകം അറിയപ്പെടുന്ന പേര് കേട്ട മരുഭൂമി കലഹാരിയും സഹാറയും എല്ലാം ആഫ്രിക്കയിലാണ്. और इस प्रकार संसार में जाना माना जो इस प्रकार मरुस्थल है वो सहारा मरुस्थल हो वो सब अफ्रीका में पाया जाता है। മഴ പെയ്യാഞ്ഞിട്ടാണോ ദൈവം മഴ പെയ്യിക്കാഞ്ഞിട്ടാണോ? क्या बारिश नहीं होने की वजह से है या परमेश्वर ने वर्षा नहीं भेजने के कारण ये है? അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളിലെല്ലാം കിളിർക്കുന്നത് മുള്ളും ഞെരിഞ്ഞിലുമാണ്. उस प्रकार के मरुस्थल के प्रदेशों में झाड़ी जंगली झाड़ी और इस प्रकार कांटे वाले झाड़ियां वहां उत्पन्न होती है। മരുഭൂമിയിലെ ചെടികൾ വളരെ വിചിത്രമാണ്. मरुस्थल की जो पौधे हैं झाड़ियां हैं वो बहुत विचित्र है। അത് അക്രമകാരികളാണ്, അഗ്രസീവ് ആണ്. और वो बहुत आक्रमण भावना वाले हैं। നമുക്കതിന്റെ അടുത്തൂടെ പോലും പോകാൻ ഒക്കത്തില്ല. हम उसके नजदीक से भी जा नहीं सकते हैं। നമ്മൾ അതിനെ തൊടുകയൊന്നും വേണ്ട, നമ്മൾ അതിന്റെ അടുത്തൂടെ പോയാൽ മതി, അത് നമ്മളെ തൊടും. और हमें उसे छूने की जरूरत नहीं, उसके नजदीक से हम निकलेंगे तो काफी है, वो हमें छुएगा। അതിന് ഒത്തിരി ഉയരമൊന്നുമില്ല, ചെറിയ ചെറിയ ചെടികളാണ്. और वो इस प्रकार बड़े ऊंचाई में नहीं रहते हैं, वो छोटे छोटे पौधे हैं। അത് ഒരു പ്രാവശ്യം നമ്മളെ തൊട്ടാ മതി, നമുക്ക് കുഴപ്പമുണ്ടാവും. और वो एक बार हमें छुएगा तो काफी है, हम तकलीफ में आ जाएंगे। അതിന് ഇലയൊന്നുമില്ല, और उसमें पत्ते नहीं होते हैं। ഇലയ്ക്ക് പകരം അത് മുഴുവൻ അതിന്റെ ശിഖരം മുതൽ താഴോട്ട് എല്ലാ സ്ഥലത്തും മുള്ളാണ്. और उसके ऊपर से लेके नीचे तक हर भाग में वो कांटों से भरा रहता है। ഇലയുണ്ടെങ്കിലേ അതിന് ഫലം കൊടുക്കാൻ ഒക്കത്തുള്ളൂ. और अगर पत्ते होते हैं तो ही वो फल उत्पन्न कर सकता है। സൂര്യപ്രകാശം ഒരു ചെടിയുടെ ഒരു വൃക്ഷത്തിന്റെ ഇലയിലാണ് അടിക്കേണ്ടത്. सूरज की किरणें एक झाड़ के पत्ते के ऊपर गिरना चाहिए। അവൻ വളരുന്ന ഒരു ചെടിയുടെ ഒരു വൃക്ഷത്തിന്റെ ആ ലക്ഷണമാണ് നിറഞ്ഞു നിൽക്കുന്ന ഇലകള്. एक बढ़ने वाली अच्छे वृक्ष का लक्षण है उस पेड़ पे भरपूर पत्ते होना। എന്നാൽ അതിന് പകരമായി മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. यदि वह झाड़ी और ऊंट कटारे उगाती है तो निकली और श्रापित होने पर है। ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. और उसका अंत जलाया जाना ही है। ആമേനാൽ ദൈവവചനം കേട്ടിട്ട് അതിൻ പ്രകാരം ജീവിക്കുന്നില്ല എങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ വളരെ ഭയാനകമാണ്. परमेश्वर के वचन को सुनने के बावजूद उसके अनुसार अगर हम जिंदगी नहीं बिताते हैं तो उसके अनंत फल जो है वो बहुत भयानक है। നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെയാണ് ഇവിടെ ലേഖനത്തിലും പൗലോസ് പറയുന്നത്. हमारे यीशु मसीह ने अपने परस्य सेवकाई में कहा हुआ बातों को यहाँ प्रेरित पौलुस दोहराता है। യോഹന്നാൻ 15:2 നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. और यूहन्ना रचित सुसमाचार 15वें अध्याय दूसरी वचन में इस प्रकार मसीह कहता है, जो डाली मुझ में है और नहीं फलती है उसे वह काट डालता है। അവിടെ ആ ഉപമയിൽ നമ്മുടെ കർത്താവ് മുന്തിരിവള്ളിയും നമ്മൾ കൊമ്പുകളുമാണ്. और उस उपमा में देखिए हमारा मसीह जो है दाखलता है और हम डालियां हैं। പിതാവായ ദൈവം തോട്ടക്കാരനാണ്. और पिता परमेश्वर जो है वो वाटिका का मालिक है। വെറുതെ തുറന്നിട്ടിരിക്കുന്ന ഒരു തോട്ടമല്ലത്. और ऐसे ही खुला रहने वाला एक वाटिका या बगीचा नहीं है। ഈ തോട്ടത്തെ കുറിച്ച് ദൈവത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. इस वाटिका के बारे में परमेश्वर को एक बड़ी जिम्मेदारी और योजना है। ഈ മുന്തിരിവള്ളി പഴയ നിയമ ഇസ്രായേലെല്ലാം മറിച്ച്
ദൈവപുത്രനായ ക്രിസ്തുവാണ്. इस दाखलता जो है वो पुराने नियम के इस्राएल नहीं है, मगर वो मसीह को दर्शाता है। കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ആ മുന്തിരി വെള്ളിയിലെ കൊമ്പുകളാണ്. और मसीह में विश्वास करने वाले हर एक जन उस दाखलता के डालियां हैं। എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. और जो डाली उस पर मुझ पर फलती नहीं है उसे वो काट डालता है। അപ്പോൾ കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുകയും അല്ലെങ്കിൽ അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഫലം കൊടുക്കുവാൻ കഴിയാത്തതായ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? अर्थात परमेश्वर पर रहने वाली डाली होने के बावजूद परमेश्वर के लिए फल उत्पन्न नहीं कर सकते हैं, इस प्रकार की बातें हो सकती है। ഇതിനെ വിശദമാക്കുവാനാണ് 15:6 കർത്താവ് തുടർന്ന് ഇങ്ങനെ പറയുന്നു. और इस बात को गहराई में बताने के लिए 15वें अध्याय उसके 6वें वचन में मसीह इस प्रकार कहता है, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു. यदि कोई मुझ में बना ना रहे तो वह डाली की नाई फेंक दिया जाएगा। അവൻ അപ്പോൾ കർത്താവിൽ വസിക്കാത്തത് കൊണ്ടാണ് ഫലം കൊടുക്കുവാൻ കഴിയാതെ പോകുന്നത്. इसीलिए हम समझ सकते हैं कि परमेश्वर पर हम नहीं बना रहने के कारण हम फल उत्पन्न नहीं कर पाते हैं। ആ വക ചേർത്ത് തീയിലിടുന്നു. और उन बातों को आग में डाल देता है। അവൻ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. परमेश्वर की उस न्याय के बारे में यहाँ कहा। അവൻ ദൈവം തന്റെ വചനം നിമിത്തം തന്റെ വചനപ്രകാരം ന്യായവിധിയെ നടത്തുന്നവനാണ്. परमेश्वर अपने वचन के अनुसार न्याय करने वाला परमेश्वर है। ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ദൈവം തിരിയുന്നില്ല. താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്റെ വചനപ്രകാരമാണ്. परमेश्वर अपने वचन को छोड़कर दाएं या बाएं मुड़ता है। जो भी बात वो करता है वो परमेश्वर अपने वचन के अनुसार करता है। നാം കേൾക്കുന്ന വചനം, കേട്ടുകൊണ്ടിരിക്കുന്ന വചനം വളരെ ഗൗരവമേറിയതാണ്. और हम जो सुनने वाले वचन और जो बात तो वचनों को सुन रहे हैं, सुने हुए हैं, वो सारे बहुत अहमियत वाले वचन है, महत्वपूर्ण वचन। അതെന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. और वो हमेशा के लिए स्थिर रहने वाली वचन है। ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. आकाश और पृथ्वी हट जाएगी मगर मेरे वचन जो है वो हमेशा के लिए स्थिर रहती है। സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായ വചനം, स्वर्ग में हमेशा के लिए स्थिर किया गया हुआ वचन। ഈ വചനം എന്തിനാണ് നാം കേൾക്കുന്നത്? इन वचनों को हमें क्यों सुनना है? നാം കർത്താവിൽ വസിക്കുവാനാണ്. हम परमेश्वर पर बना रहे। കർത്താവിൽ വസിച്ച് അവന്റെ നാമമഹത്വത്തിന് വേണ്ടി ഫലം കൊടുക്കുവാനാണ്. हम परमेश्वर पर बने रहे और उसकी नाम की महिमा के लिए फल उत्पन्न करे। നമ്മുടെ കർത്താവ് ശുശ്രൂഷയെ ആരംഭിക്കുന്നതിന് മുമ്പായി യോഹന്നാൻ സ്നാപകനും ഇതിനെ കുറിച്ച് പറഞ്ഞു. हमारे मसीह ने सेवकाई को शुरू करने से पहले बपतिस्मा देने वाला यूहन्ना ने भी इस बात के बारे में कहा था। ലൂക്കോസിന്റെ സുവിശേഷം 3:9 നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. लूका रचित सुसमाचार 30वीं अध्याय उसकी 9वीं वचन में हम इस प्रकार पढ़ते हैं, ഇപ്പോൾ തന്റെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. और अब ही कुल्हाड़ा पेड़ों के जड़ पर धरा है। നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ടു. इसलिए जो जो पेड़ अच्छा फल नहीं लाता वह काटा और आग में झोंका जाता है। ആമേൻ. ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം. परमेश्वर के वचन हम उत्पत्ति से लेकर प्रकाशित वाक्य तक जब हम पढ़ते हैं तो हम समझ सकते हैं कि अच्छे और बुरे के बीच में जो अंतर है। ബൈബിൾ മനുഷ്യനെ മൊത്തമായി 2 വിഭാഗത്തിലാണ് നിർത്തിയിരിക്കുന്നത്. परमेश्वर का वचन मनुष्य को इस प्रकार 2 भाग होकर खड़ा रखा है। ഒരു വശത്ത് നീതിമാൻ, മറുവശത്ത് ദുഷ്ടന്മാർ. एक भाग में धर्मी जन और दूसरे भाग में दुष्ट लोग। അവൻ കർത്താവിന്റെ അടുക്കലേക്കുള്ള വഴിയെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മുടെ കർത്താവ് അത് പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി, ജീവങ്കിലേക്ക് പോകുന്ന വഴി. मसीह के परमेश्वर की ओर जाने वाले उस मार्ग के बारे में जब मसीह ने कहा, उसके बारे में मसीह ने कहा कि एक
जीवन की ओर जाने वाली मार्ग और दूसरे मार्ग जो नाश की ओर ले जाती है। അവൻ മരണാനന്തര ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ നിത്യതയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് സ്ഥലത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഒന്ന് സ്വർഗമാണെങ്കിൽ മറ്റേത് നരകമാണ്. अनंत काल की जिंदगी के बारे में जब मसीह ने कहा, तब उन्होंने दो जगह के बारे में कहा, एक स्वर्ग है तो दूसरा नरक है। പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് അതിൽ രണ്ട് കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഒന്ന് നീതിമാന്മാരുടെ പുനരുത്ഥാനമാണെങ്കിൽ മറ്റേത് ദുഷ്ടന്മാരുടെ പുനരുത്ഥാനമാണ്. पुनरुत्थान के बारे में जब मसीह ने कहा तो दो प्रकार के झुंड के बारे में मसीह ने कहा, एक धर्मी जन के पुनरुत्थान और दूसरा दुष्ट जन के पुनरुत्थान। ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും കർത്താവ് അത് തന്നെയാണ് പറഞ്ഞത്, നല്ല ഫലവും ആകാത്ത ഫലവും. और फल उत्पन्न करने के विषय के बारे में जब मसीह ने कहा तो उसी बात को वापस दोहराया कि अच्छा फल को उत्पन्न करने वाले और खराब फल को उत्पन्न करने वाले। ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലം എന്താണ്? परमेश्वर हमारे से किस प्रकार के फल को चाहता है? ദൈവം ആഗ്രഹിക്കുന്ന ഫലം നല്ല ഫലമാണ്. परमेश्वर हमारे अंदर से अच्छे फल को चाहता है। കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് നാം ഫലം കായ്ക്കുവാനാണ്. परमेश्वर ने हमें इसलिए चुना है कि हम अच्छे फल को उत्पन्न करें। ഫലം കായ്ക്കുക മാത്രമല്ല, നമ്മുടെ ഫലം നിലനിൽക്കുകയും വേണം. हम केवल फल को उत्पन्न नहीं करना है, मगर फल सदैव खड़ा बना रहना है। നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു. मसीह ने कहा कि आप अधिक फल उत्पन्न करने की वजह से मेरा परम पिता महिमा पाएगा। നാം സ്വയം ഫലം കായ്ക്കുവാൻ നടക്കുകയില്ല. हम खुद के हिसाब से फल उत्पन्न नहीं कर सकते हैं। മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഫലം കൊടുക്കുവാൻ കഴിയുള്ളൂ. उस दाखलता के साथ जुड़कर रहेंगे तो ही हम फल उत्पन्न कर पाएंगे। ആ വള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന ആ സാപ്പ്, SAP സാപ്പ് എന്ന് പറയുന്ന ഒരു ചാറ് അതിനകത്തുണ്ട്. അത് ശിഖരങ്ങളിലേക്ക് ഒഴുകിയെങ്കിൽ മാത്രമേ അതിലെ ഫലം ഉണ്ടാകത്തുള്ളൂ. और इस प्रकार उस डाली में से बहने वाला एक पौधों का जो रस है वो अगर हमारे अंदर आएगी, बहेगी, तभी हम उस फल को उत्पन्न कर पाएंगे। ആമേൻ. കർത്താവിന്റെ ജീവനാണത്. കർത്താവിന്റെ ജീവൻ നമ്മിലേക്ക് ഒഴുകിയെങ്കിൽ മാത്രമേ ഫലകരമായ ജീവിതം നടക്കുകയുള്ളൂ. मसीह का जीवन हमारे अंदर बहेगा तो ही हम फलवंत एक मसीह जिंदगी बिता पाएंगे। അത് മനസ്സിലാക്കുവാനാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. बातों को समझाने के लिए मसीह ने अपने चेलों से कहा कि तुम मुझे इनकार करते हुए मुझे त्याग कर कुछ बात को कर नहीं पाओगे, हासिल नहीं कर पाओगे। കർത്താവിനെ പിരിഞ്ഞ് എന്തെല്ലാം അവർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പരാജയത്തിലാണ് കലാശിച്ചത്. मसीह को छोड़कर उन्होंने जो भी बात किया है वे सब उन्हें हरावट की ओर ले गया। കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് പത്രോസ് കയ്യിലിരുന്ന വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസന്റെ കാതിനെ വെട്ടിയത്. मसीह को अपना प्रेम दर्शाने के लिए पत्रोस ने अपने हाथ में जो तलवार था वो लेकर सूबेदार के कान को काट दिया था। എന്നാൽ എന്ത് സംഭവിച്ചു? ആ ദാസന്റെ കാത് താഴെ പോയി. अगर देखिए क्या हुआ, उस सूबेदार के उस कान नीचे कटकर गिर गया। കർത്താവ് പെട്ടെന്ന് ഇടപെട്ട് അന്നേരം ആ മനുഷ്യന്റെ കാത് സൗഖ്യമാക്കിയത് കൊണ്ട് പത്രോസ് രക്ഷപ്പെട്ടു. मसीह ने तुरंत काम किया, उस सूबेदार के कान को चंगा कर ठीक कर दिया, इसलिए पत्रोस बच गया। നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഒരിക്കൽ പറഞ്ഞ പത്രോസാണ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞത്. और जिस पत्रोस ने मसीह के बारे में कहा कि तू जीवन वाला उस परमेश्वर का पुत्र है, उसी पत्रोस ने मसीह को बाद में 3 बार इनकार करते हुए हम देखते हैं। നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ല. आप मुझे छोड़कर कुछ भी नहीं कर पाएंगे। ഞങ്ങൾ പടകും വലയും എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു എന്ന് പറഞ്ഞു വന്നവരാണ്. എന്നാൽ കർത്താവിനെ ക്രൂശിച്ചതിനു ശേഷം അവരെല്ലാവരും വീണ്ടും മീൻ പിടിക്കാൻ പോയി. हमने उस नाव को और जाल को छोड़कर इनकार कर आपके पीछे हो गए हैं करके आए हुए चेले देखे। जब मसीह को सलीब पर चढ़ाया गया उसके बाद वे सब तितर बितर होकर डर कर भाग गए। അന്ന് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പരിശ്രമിച്ചു. पूरे रात उन्होंने उन समय पर मच्छी पकड़ने के लिए प्रयत्न किया।
ഫിഷിംഗിൽ മത്സ്യബന്ധനത്തില് നല്ല പരിചയമുള്ള എല്ലാവരും കൂടെ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും പിടിച്ചോ? देखिए उस मच्छी पकड़ने के उस अभ्यास में एकदम सामर्थी रूप में मच्छी पकड़ने के लिए जानने वाले लोग प्रयत्न करने के बावजूद उस रात को वे कुछ मच्छी पकड़ नहीं पाए। നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല. आप मेरे बगैर कुछ भी नहीं कर पाएंगे. എന്നിട്ടും മനസ്സിലായില്ല. फिर भी वे समझ नहीं पाए. അവൻ യഹൂദന്മാരെ പേടിച്ച് എല്ലാവരും യെരുശലേമിൽ മർക്കോസിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. यरूशलेम में देखिए वे यरूशलेम के इस लोगों से डरकर, सेनाओं से डरकर देखिए मरकोस के कमरे में वे सब चेले इकट्ठा होकर भयभीत होकर रहते हैं. അവൻ യെരുശലേമിൽ അന്ന് പെന്തക്കോസ്ത് പെരുന്നാളിന്റെ സമയമാണ്. और यरूशलेम में उन दिनों में पेंटिकोस के पर्व का समय था. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ധാരാളം ഭക്തന്മാരായ യഹൂദന്മാർ ആ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ വന്നിട്ടുണ്ട്. संसार के चारों ओर से उस यरूशलेम में पेंटिकोस के पर्व में भाग लेने के लिए आए हैं. പുനരുത്ഥാനം കഴിഞ്ഞ് 50ാമത്തെ ദിവസമാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ വരുന്നത്. पुनरुत्थान के बाद 50वें दिन में उस पेंटिकोस का पर्व आता है. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് തുലനമായി നിൽക്കുന്ന പഴയ നിയമത്തിലെ പെരുന്നാളാണ് ആദ്യ ബലക്കറ്റയുടെ പെരുന്നാൾ. और यीशु मसीह के जी उठने के पुनरुत्थान के बराबर पर्व पुराने नियम के उस पहला फल का पर्व को दर्शाया जाता है. ആദ്യ ബലക്കറ്റയുടെ പെരുന്നാളിൽ എന്ത് ചെയ്യും? ഭക്തന്മാരായ യഹൂദന്മാർ അവരുടെ കൃഷിസ്ഥലങ്ങളിലെ ആദ്യ ബലക്കറ്റ ദൈവത്തിന്റെ സഭയിൽ കൊണ്ടുവന്ന് പുരോഹിതന്റെ കയ്യിൽ അത് കൊടുക്കുന്നു. പുരോഹിതൻ അത് ഇങ്ങോട്ടും എടുത്ത് വീശുന്നു. അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു. फल का जो पर्व है उसमें क्या होता है? इस्राएल अपने खेतों में से पहला हुआ उस फलों को उस मंदिर परमेश्वर के भवन में लेके आता है और याजक लोग उन बातों को, उस फलों को लेकर इस प्रकार उस बाजू हिलाकर वो परमेश्वर को अर्पण करते हैं. ആ പെരുന്നാളിന്റെ നിവൃത്തീകരണമായിട്ടാണ്, ഫുൾഫിൽമെന്റ് ആയിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ബലക്കറ്റിയായി അവൻ ഉയർത്തെഴുന്നേറ്റത്. और उस पर्व के संपूर्णता या पूरे तौर होने के वजह से, पूर्णता की वजह से, कारण की वजह से हमारे मसीह मृतकों में से पहलौठा होकर वो जीवित हुआ. 50 ദിവസം തികയുവാൻ പോവുകയാണ്. 50 दिन पूरा होने वाला है. അല്ല, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ല. आप मेरे बगैर कुछ कर नहीं सकते हैं. കഴിഞ്ഞ 3.5 വർഷക്കാലം എന്റെ ബൈബിൾ കോളേജിൽ നിങ്ങൾ പഠിച്ചു. पिछले 3.5 साल मेरे बाइबल कॉलेज में आपने पढ़ा. എന്നാൽ നിസ്സാരമായ വിഷയങ്ങളുടെ മുഖത്തിലെല്ലാം നിങ്ങൾ പതറിപ്പോകുന്നവരും പേടിക്കുന്നവരുമായിരുന്നു. मगर छोटे छोटे प्रतिकूल अवस्थाओं के बीच में आप इस प्रकार मुखर गए और फैल गए और हिल गए. 3.5 വർഷക്കാലമായി ഞാൻ നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു. 3.5 साल के बीच में मैंने आपसे कितने विषयों के बारे में बात किया. അതെല്ലാം അവരുടെ ബുദ്ധിയിൽ മാത്രമേ ഉള്ളൂ. मगर वे सब बातें उनके केवल दिमाग में और बुद्धि में ही था. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ആ 50ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞപ്പോഴാണ്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങിയപ്പോഴാണ് അവരുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടായത്. अगर उस पेंटिकोस्त के दिन 50वें दिन जब पवित्र आत्मा उनके बीच में आया, उतरा, उनके ऊपर मंडराया, तब उनके अंदर एक बड़ी बदलावट हुई. കണ്ടാലും ഞാൻ ലോകാവസാനത്തും നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം തന്റെ ആത്മാവിലൂടെ അവർ അനുഭവിക്കുവാനിടയായി തീർന്നു. देखिए मैं दुनिया के अंत तक मैं तुम्हारे साथ रहूंगा, मेरी उपस्थिति आपके साथ बनी रहेगी करके कहा हुआ उस मसीह के सामर्थ्य को उस दिन उन्होंने अनुभव किया. അവരെല്ലാവരും ഫലം കായ്ക്കുന്നവരായി തീരുന്നു. और वे सब फल उत्पन्न करने वाले बन गए. കഴിഞ്ഞ ദിവസം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇതാ ചാടി എഴുന്നേൽക്കുന്നു, കർത്താവിനെ അവിടെ പ്രസംഗിക്കുന്നു. और देखिए पिछले दिनों में मसीह को तिरस्कार किया हुआ उस पत्रोस देखिए झट से खड़ा होता है और वहां प्रचार करता है. ആ 12 പേരുടെ ഇടയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ചിന്താഗതിയോ വ്യത്യാസമോ അതിനെ തുടർന്ന് പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. उस 12 जन के बीच में कभी भी
बड़ा या छोटा इस प्रकार की कोई भी वाद विवाद उनके बीच में कभी हुआ नहीं, उस प्रकार की विचार कभी उनके बीच में आए नहीं। എന്നാൽ കർത്താവ് അവരോടുകൂടെ ഇരിക്കുമ്പോൾ വലിയവൻ ചെറിയവൻ എന്നൊക്കെയുള്ള ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. अगर जब मसीह उनके बीच में था तब वो बड़ा छोटा इस प्रकार की विचार उनके मनों में थी। അതിന് കാരണം മറ്റൊന്നുമല്ല, സെബദി മക്കളുടെ അമ്മ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ അവനോട് അപേക്ഷിച്ചു, പുനരുത്ഥാനത്തിൽ നിത്യതയിൽ എന്റെ മക്കൾ നിന്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. उसका कारण और कुछ नहीं था। जब मसीह के साथ चले थे तब जबदी पुत्रों के माताजी ने यीशु मसीह के पास आकर कहा कि आपके पुनरुत्थान के बाद मेरे दोनों बेटे आपके दाएं और बाएं बैठे आपके साथ बैठे, इसे मैं इच्छा करती हूँ करके कहा। സെബദി മക്കളുടെ പേര് നമുക്കറിയാമല്ലോ, യോഹന്നാനും യാക്കോബുമാണ്. जबदी पुत्रों के नाम हम जानते हैं, യോഹന്നാൻ और याकूब। കർത്താവ് ആ മാതാവിനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, അതെന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമല്ല, പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. उस माताजी से यीशु ने इस प्रकार जवाब दिया कि वो उस बात उस विषय जो है मेरे अधिकार में सीमित नहीं है, वो परमेश्वर पिता के हाथों में है। രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഈ വാർത്ത എങ്ങനെയോ അവരുടെ സർക്കിളിൽ അത് ലീക്കായി. और देखिए ये गुप्त रीति से रहस्य रूप में यीशु से कहा हुआ बात था, मगर कैसे हम नहीं जानते, मगर ये बात उनके बीच में फैल गया। ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും അവരുടെ കയ്യിലില്ല, പക്ഷേ എങ്ങനെയോ അവർ ഈ വാർത്ത ചോർത്തിയെടുത്തു. आजकल की सुविधाएं कुछ उन दिनों में उनके पास नहीं थी, मगर किसी प्रकार उस बात उन्होंने फैला दिया। അവരും കുറഞ്ഞ പുള്ളികളൊന്നും അല്ലായിരുന്നു. और वे कोई कम लोग नहीं थे। അവർ പിന്നീട് എന്ത് ചെയ്തു? യോഹന്നാനെയും യാക്കോബിനെയും വിരോധിക്കുവാൻ തുടങ്ങുന്നു. और बाद में वो क्या करता है? യോഹന്നാൻ और याकूब के विरोध काम करने लगा। സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇതിനെല്ലാം വ്യത്യാസം വന്ന പെന്തക്കോസ്ത് നാളിന് ശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നവരെല്ലാം ഏകമനസ്സുള്ളവരായി ഏകാഭിപ്രായത്തില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ ചുമല് കൊടുക്കുന്നു. मगर इन सारे आदतों का, व्यवहारों का बदलावट हो गई। हम जानते हैं कि पेंटिकोस्त के दिन 50वें दिन उन लोगों ने सामर्थ्य पाया और वे सब एक मन के साथ एक नजर में अपने आप को आपस वाले भाइयों को देखने लगा। അവർ കർത്താവിൽ വസിക്കുന്നവരായി തീർന്നു. और वे परमेश्वर में निवास करने वाले बन गए। അവർ കർത്താവിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെട്ടവരായി തീർന്നു. परमेश्वर के आत्मा के द्वारा वे चलाए जाने वाले बन गए। അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ലക്ഷ്യമേ ഉള്ളായിരുന്നു, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്തണം. उनके सबके मनों के अंदर एक ही इच्छा थी कि क्रूसित किया गया हुआ उस मसीह को वे ऊंचा करे। അതുകൊണ്ട് ദൈവത്തിന്റെ കൈ അവരോട് കൂടെ ഇരുന്നു. അവരുടെ കൂടെ ഇരുന്ന് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. इस कारण परमेश्वर के हाथ उनके साथ था, उनके परमेश्वर की उपस्थिति उनके साथ चला और उनके बीच में परमेश्वर ने अचंभित कामों को और छुटकारा को परमेश्वर ने दिया। നാം ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. फलवंत एक मसीह जिंदगी बिताने के लिए पवित्र आत्मा हमें सहायता करती है। പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത് നാം തിരിച്ചറിയണം. पवित्र आत्मा हमसे जो वार्तालाप करती है, व्यवहार करती है, उस बात को हमें समझना है, पहचानना है। ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നാം സ്വയം നീതീകരണത്തിൽ അല്ല ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിക്കേണ്ടത്. हम जब वचन सुनते हैं तब हम स्वयं धर्मी नहीं ठहराना चाहिए। നാം മുൻവിധിയോടെ ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിക്കരുത്. हम कोई भी पुराने सोच के साथ, मन भावना के साथ इस प्रकार परमेश्वर के वचन को नहीं सुनना चाहिए। വചനം പ്രസംഗിക്കുന്നയാളും കേൾവിക്കാരും ഒരുപോലെ ഇതിന് ബാധ്യസ്ഥരാണ്. और वचन से सेवकाई करने वाले और वचन को सुनने वाले इस प्रकार इसके लिए जिम्मेदार है। ഇത് സകലരെയും ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. और इस वचन में सामर्थ है कि हर एक जन को ये पवित्र करे, शुद्ध करे। അവൻ തന്റെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. अपने अपराधों को ढांप कर रखने वाले को कभी भी शुभ नहीं होगा। എന്നാൽ ഏറ്റുപറയുന്നവനെ കരുണ ലഭിക്കും. अगर अपने गलतियों को तो मानते हैं, भूल सकते हैं,
वे परमेश्वर की दया को प्राप्त करेंगे। കയ്യീന് അവിടെയാണ് പരാജയം സംഭവിച്ചത്. कईन देखिए वहां हार गया था। അല്ല, ദൈവം അവനോട് ചോദിച്ചതിന് വിപരീതമായിട്ട് അവൻ സംസാരിക്കുന്നു. परमेश्वर ने जो बातें उनसे पूछा उसके विपरीत वो जवाब देता है। ആ ദൈവസന്നിധിയിൽ നിന്ന് കയ്യീൻ പറയണമായിരുന്നു, എന്റെ ആരാധനയെ ദൈവമേ അങ്ങ് സ്വീകരിക്കാഞ്ഞതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരനോട് കോപം തോന്നി, ഞാൻ അവനെ കൊന്നുകളഞ്ഞു എന്ന് അവനവന്റെ വാഗൊണ്ട് പറയണമായിരുന്നു. कईन अपने मुंह से परमेश्वर से इस बात को कहना था कि हे परमेश्वर, तूने मेरे आराधना को स्वीकार नहीं किया, इस कारण मैंने मेरे भाई क्रोधित होकर मैंने उसे घात कर दिया। എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ അല്ല തന്റെ കുറവുകളെ ഏറ്റുപറയുവാൻ കഴിയാതെ വണ്ണം കയ്യീന്റെ ഹൃദയം അത്രമാത്രം കഠിനപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു. अगर देखिए परमेश्वर के सम्मुख में अपने गलती को कबूल नहीं कर पाए, इस प्रकार उसका हृदय इतना कठिन और कठोर बन गया था। ഹൃദയ കാഠിന്യം വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. हृदय की कठोरता बहुत भयानक अवस्था है। ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ നാം അതിൽ നമ്മെയാണ് കാണേണ്ടത്. परमेश्वर के वचन रूपी आईना के सामने जब हम बैठते हैं, रुकते हैं, तब हम अपने आप को उसके सामने देखना है। അല്ലെ നമ്മുടെ ഉള്ള അവസ്ഥ വെളിപ്പെടുത്തുവാൻ അല്ലെ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. परमेश्वर के वचन हमारे परिस्थिति को, हम जिस अवस्था में रहते हैं उस अवस्था को प्रकट करने के लिए परमेश्वर के वचन में सामर्थ्य है। നാം നല്ല ഫലം കായ്ക്കുന്നവരാണോ? हम क्या अच्छे फल को उत्पन्न करते हैं? അല്ല, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി അല്ല കൃഷിക്കാരന് അല്ല ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. और अगर बार बार बारिश होने पर पृथ्वी उस पानी को पी कर अच्छे फलों को उत्पन्न करता है, तो उस किसान को बहुत खुशी होती है, आनंद होती है। ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ മഴ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. मैंने कहा कि यहाँ जो बारिश के बारे में, वर्षा के बारे में कहा है, वो परमेश्वर का वचन है। ഇവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ്. यहाँ जो पृथ्वी है वो हम हर एक के मन है। ഇത് തന്നെയാണ് കർത്താവ് അല്ല വിതക്കാരന്റെ ഉപമയിലും പറഞ്ഞത്. और यही बात को मसीह ने बीज बोने वाले की उस उपमा में कहा है। 4 തരത്തിലുള്ള ഹൃദയത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വിത്ത് വീണു. 4 प्रकार के हृदय में या इस पृथ्वी में वचन गिर रहा है। വഴിയരികെ, പാറമേൽ, മുള്ളിനിടയിൽ, നല്ല നിലത്ത്. मार्ग के बाजू में, काटिले जगहों में, पहाड़ों में और अच्छे जगहों में। ആ ആദ്യത്തെ 3 ഹൃദയവും നമുക്ക് വേണ്ട. पहला 3 हृदय हमें जरूरत नहीं है। അല്ല, നമുക്ക് വേണ്ടിയത്, നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത് ആ നല്ല നിലമാണ്, നല്ല ഹൃദയമാണ്. उस अच्छा जगह और अच्छा जो जगह है, उस जगह हमें चाहिए, उस प्रकार की एक हृदय हमें होना चाहिए। കാരണം ദൈവം ആർക്കാണ് നല്ലവനെന്ന് വരെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. और क्योंकि भजन संहिता रचने वाला कहता है कि परमेश्वर किन के लिए अच्छा रहता है, भला रहता है। 73 സങ്കീർത്തനം 1 വാക്യത്തില് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദൈവമേ അല്ല ഇസ്രായേലിന് നല്ല ഹൃദയമുള്ളവർക്ക് നീ നല്ലവനാകുന്നു നിശ്ചയം. और इस प्रकार 73 भजन संहिता में भजन संहिता रचने वाले कहते हैं कि सचमुच इस्राएल के लिए, अर्थात शुद्ध मन के लिए परमेश्वर भला है। അല്ല, ദൈവം ആർക്കാണ് നല്ലവൻ? परमेश्वर किसके लिए भला है? അല്ല, നല്ലവർക്ക് അവൻ നല്ലവനാണ്, ഇസ്രായേലിന് അവൻ നല്ലവനാണ്. परमेश्वर इस्राएल के लिए और शुद्ध मनों वालों के लिए भला है। ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, മറുവശത്ത് ഒരു ജാതിയുടെയും പേരാണ്. और इस्राएल जो है वो एक प्रजा और एक इस प्रकार जाति का भी नाम है। ഒരു വ്യക്തിയുടെയും ഒരു ജാതിയുടെയും പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന പേര്. इस्राएल जो है वो एक व्यक्ति का और एक जाति का या प्रजा का नाम भी है। അതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേരായത് നമുക്കറിയാമല്ലോ. और हम जानते हैं कि इस्राएल किस प्रकार एक व्यक्ति का नाम बना। ദൈവം ഒരാളുടെ പേര് മാറ്റിയിട്ടതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. परमेश्वर ने एक व्यक्ति का नाम बदल कर इस्राएल करके डाला। ആ വാക്കിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രഭു എന്നാണ്.
और उस शब्द का अर्थ यह है कि परमेश्वर का प्रभु। എങ്ങനെയാണ് പേര് മാറ്റിയത്? इस प्रकार उसका नाम बदला। ഇങ്ങനെ ഒരു പേര് മാറ്റത്തിന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യതകൾ ഉണ്ടായിരുന്നോ? क्या इस प्रकार नाम बदलने के लिए उस व्यक्ति के जिंदगी में कोई भी योग्यता थी? ആ വ്യക്തിയുടെ ജീവിതത്തിൽ നാം പഠിച്ചാൽ തന്റെ സ്വഭാവം കൊണ്ട് തന്റെ പ്രവൃത്തി കൊണ്ട് യാതൊരു യോഗ്യതയും ഉള്ളയാളല്ലായിരുന്നു. उस व्यक्ति के जिंदगी में हम सीखेंगे तो उसके क्रियाओं के द्वारा कोई भी योग्यता उसके अंदर नहीं थी। ദൈവത്തിന്റെ കരുണയും ദയയുമാണ്. परमेश्वर की करुणा और दया के कारण है। നമുക്ക് ആ ചരിത്രം നന്നായി അറിയാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം പിന്നെ നമുക്ക് വായിക്കാം. അത് സമയം ലഭിക്കുമ്പോൾ വായിക്കണം, ധ്യാനിക്കണം. ആ ചരിത്രം നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ. उस इतिहास को हम बराबर जानते हैं। उत्पत्ति के किताब 32वीं अध्याय हम जानते हैं। समय मिलते समय उस अध्याय को हमें पढ़ना है, ध्यान करना है। ദൈവദൂതനുമായുള്ള മൽപിടുത്തത്തിന്റെ അടുത്തർവാദത്തിലാണ് ആ വ്യത്യാസം, ഈ വ്യത്യാസം തന്റെ ജീവിതത്തിൽ ഉണ്ടായത്. और स्वर्गदूत के साथ उस मुठभेड़ की वजह से उसके जिंदगी में एक बड़ी बदलावट होते हुए हम देखते हैं। ദൈവം നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നല്ല ഹൃദയമായിരിക്കണം. और परमेश्वर हमारे हृदय किस प्रकार होना चाहता है? हमारा हृदय अच्छा होना चाहता है। നമുക്ക് സ്വയം നല്ല ഹൃദയം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. हम खुद अच्छा एक हृदय नहीं बना सकते। ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ. केवल परमेश्वर के वचन के अंदर ही उस सामर्थ्य हम पाते हैं। അവസാനമായി യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. आखिरी में यशायाह नबी का पुस्तक 55 अध्याय उसकी 10 और 11 वचन पढ़ना चाहता हूँ। മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. जिस प्रकार से वर्षा और हिम आकाश से गिरते हैं और वहां यूं ही लौट नहीं जाते, वरन भूमि पर पड़कर उपज उपजाते हैं, इससे बोने वाले को बीज और खाने वाले को रोटी मिलती है, उसी प्रकार से मेरा वचन भी होगा तो मेरे मुख से निकलता है। वह व्यर्थ ठहर कर मेरे पास ना लौटेगा, परंतु जो मेरी इच्छा है उसे वह पूरा करेगा। काम के लिए मैंने उसको भेजा है, उसे वह सब सफल करेगा। ഇവിടെ ദൈവവചനത്തെ വീണ്ടും പ്രവാചകൻ മഴയോടും ഹിമത്തോടും ഉപമിച്ചിരിക്കുകയാണ്. यहाँ देखिए परमेश्वर के वचन को फिर एक बार नबी बारिश और हिम के साथ तुलना करता है। ഇത് രണ്ടും ഭൂമിക്ക് ആവശ്യമാണ്. और ये दोनों बातें पृथ्वी को जरूरी है। ആ മഴ പെയ്താൽ ഉണ്ടാകുന്ന ചില ഫലങ്ങളുണ്ട്, ചില ചെടികളുണ്ട്. उस वर्षा पड़ने पर उत्पन्न होने वाली कुछ झाड़ियां हैं, कुछ फल हैं। എന്നാൽ അത് ഹിമം പെയ്തെങ്കിൽ മാത്രമേ ചില ഫലങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ ഈ ഭൂമിയിലുണ്ട്. और केवल हिम जब आकाश से पृथ्वी के ऊपर गिरती है तब उत्पन्न होने वाले कुछ झाड़ियां और फल भी हैं। ഹിമം ഉള്ള നല്ലപോലെ തണുപ്പുള്ള നാട്ടിൽ മാത്രമേ ഗോതമ്പ് അല്ലെങ്കിൽ വീറ്റ് ഉണ്ടാകത്തുള്ളൂ. और इस प्रकार हिम बरसने वाले जगहों में, प्रांतों में, या इस प्रकार ठंडी के जगहों पर, ठंडी रहने वाली उस प्रांतों में ही केवल इस प्रकार गेहूं उगती है। ഇത് രണ്ടും ദൈവം നിയമിച്ചിരിക്കുന്ന ഭൂമിയെ നനയിക്കുവാനാണ്, ഭൂമിയിൽ നിന്ന് വിളവുണ്ടാകുവാനാണ്. इन दोनों बातों को परमेश्वर ने प्रबंध पृथ्वी को ठंडा करने के लिए और गीला करने के लिए रखा है। ഇതെല്ലാം പ്രകൃതിയുടെ ആനുകൂല്യങ്ങളാണ്. എന്നാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവന്റെ ആത്മീയമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ദൈവം തന്നെ വചനമാകുന്ന മഴയും ഹിമവും ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. अगर देखिए ये सारे बातें परमेश्वर ने प्राकृतिक रूप से इस पृथ्वी के लिए रखा है और मनुष्य के निमित्त परमेश्वर के उस वचन को परमेश्वर उस मनुष्य के जिंदगी के अंदर देता है। ആമേനാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും ദൈവത്തിന്റെ അടുക്കലേക്ക് വെറുതെ മടങ്ങി ചെല്ലുന്നില്ല. परमेश्वर का वचन कभी भी परमेश्वर की ओर व्यर्थ ठहर कर नहीं लौटता है। ദൈവം തന്റെ ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്തെടുക്കുന്നത്.
परमेश्वर की इच्छा उन बातों से वो पूरा करता है। അല്ല ദൈവവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അല്ല നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം അല്ല പരിപൂർണമാകണം. परमेश्वर के वचन सुनने वालों के अंदर हमारी इच्छाएं नहीं मगर परमेश्वर की इच्छा पूरा होना चाहिए। അതുകൊണ്ടാണ് 8ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. इसलिए 8वें वचन में कहता है कि मेरे विचार और तुम्हारे विचार एक समान नहीं है। അല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളല്ല. और तुम्हारी गति और मेरे गति एक सी नहीं है। അല്ല എന്റെ വിചാരങ്ങളും വഴികളും അല്ല നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്നു. क्योंकि मेरी और तुम्हारी गति में और मेरे और तुम्हारे सोच विचारों में अंतर है। ദൈവത്തിന്റെ വിചാരങ്ങളും വഴികളും അല്ല മനസ്സിലാക്കുവാൻ അല്ല ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കുന്നു. परमेश्वर की उस गति को और उसके विचारों को समझने के लिए परमेश्वर का वचन हमें सहायता करता है। പരിശുദ്ധാത്മാവാണ് ആ ശുശ്രൂഷ അല്ല നമ്മിൽ ചെയ്യേണ്ടത്, നമുക്കായി ചെയ്യേണ്ടത്. पवित्र आत्मा हमारे अंदर उस सेवकाई को पूरा करना है, हमारे लिए उस सेवकाई को पूरा करना है। വചന സംബന്ധമായ കുറെ ഇന്റലക്റ്റ് ആയിട്ടുള്ള കുറെ നോളജ് അല്ല പ്രാപിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. वचन के संबंधित कुछ ज्ञान को प्राप्त करने से कोई फायदा नहीं है। ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്, എത്ര അധ്യായമുണ്ട്, എഴുത്തുകാരാരാണ്, ഓരോ വാക്കിന്റെ അർത്ഥം ഇതാണ്, ഇതെല്ലാം ബുദ്ധിപരമായ അറിവാണ്. वचन बाइबल में कितने वचन हैं, कितने अध्याय हैं, कितने लेखक हैं, इन सारे जो बातें हैं ये सब ज्ञान पूर्वक बातें हैं। എന്നാൽ ആ ബുദ്ധിപരമായ അറിവൊന്നും നമ്മെ ആത്മതലത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. मगर उस बुद्धि पूर्वक ज्ञान जो है हमें आत्मिक स्तर की ओर नहीं ले चल सकता है। അതിനാൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് വചനം പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും നമുക്ക് ബോധ്യമാകും. पवित्र आत्मा के साथ हम खड़े रहकर जुड़ कर रहेंगे तो परमेश्वर के उस विचार और परमेश्वर के उस मार्ग को हम समझ पाएंगे। നാം പ്രാർത്ഥനയിലൂടെ എപ്രകാരം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവോ അപ്രകാരം തന്നെ വചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കണം. हम प्रार्थना में किस और वचन ध्यान किस प्रकार हम प्रार्थना के समय अपने आप को समर्पण करते हैं, नम्र करते हैं, उसी प्रकार वचन के ध्यान के समय में भी हम दीन होकर नम्र होकर समर्पण करना है। അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുകയും കഴുകുകയും ചെയ്യും. उस प्रकार जब हम करेंगे तो परमेश्वर का वचन हमें पवित्र और शुद्ध करेगा। ആ വചനം നമുക്ക് ഉപകാരമായി വരും. उस वचन हमें फायदामंद ठहरेगा। ഉപകാരത്തിന്റെ ഓപ്പോസിറ്റ് ഉപദ്രവമാണല്ലോ. और उपकार की जो विपरीत शब्द है वो दोष है या इस प्रकार विरोध बात है। ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ വചനം ഉപകാരമായി തന്നെ വരേണ്ടത് ആവശ്യമാണ്. उस प्रकार कभी भी हमारे जिंदगी में परमेश्वर का वचन काम नहीं करना चाहिए। परमेश्वर का वचन हमारे अंदर उपयोगी ठहरना चाहिए। വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് നാം ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ദൈവം ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തരുന്നത്. अलग अलग जगहों में रहकर हम परमेश्वर के वचनों को इन दिनों में सुन रहे हैं। परमेश्वर हमसे प्रेम रखने के कारण इस प्रकार की सुविधाओं को परमेश्वर हमें बना के दे रहा है। ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ പിന്നെയും നമുക്ക് സമർപ്പിക്കാം. परमेश्वर के वचन के सामने फिर अपने आप को हम समर्पण करें। വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പരിമിതികൾ ഇപ്രകാരമുള്ള കൂട്ടായ്മകളിൽ ഉണ്ട്. और हम जानते हैं कि अनेक सीमाएं इस प्रकार की सभाओं में है। ഇതൊരു താൽക്കാലികമായ ഒരു അറേഞ്ച്മെന്റ് ആണ്. എത്രയും വേഗം സ്ഥിതിഗതികൾ മെച്ചപ്പെടുവാൻ വീണ്ടും നമുക്ക് നമ്മുടെ ആലയത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എങ്കിൽ മാത്രമേ കൂട്ടായ്മ പൂർണ്ണമാകത്തുള്ളൂ. और ये सब एक तात्कालिक सुविधाएं हैं, मगर ये सब परिस्थिति में एक बदलाव आने पर और बहुत जल्दी हम परमेश्वर सहायता करें कि हम सब मिलकर परमेश्वर के भवन में उसकी स्तुति आराधना करें, तभी संगति जो है वो पूरा होगा। കൊറോണ കാലം കഴിഞ്ഞ് ഉള്ള സമയം കർത്താവിന് വേണ്ടി കൂടുതൽ ജീവിക്കുവാനും പ്രയോജനപ്പെടുവാനുള്ള
ഒരാഗ്രഹത്തോടെ തീരുമാനത്തോടെ അല്ല നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാം. और इस प्रकार कोरोना के बाद की जो समय है, हम अधिक ऊर्जा के साथ परमेश्वर के लिए काम करेंगे, तीव्रता के साथ उसके लिए खड़ा रहेंगे. ദൈവവചനത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. सुने हुए वचन के सामने अपने आप को हम नम्र करें, समर्पण करें. ഈ ആഴ്ച അല്ല നടക്കുവാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ദൈവത്തിന്റെ വലിയ അല്ല സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. इन दिनों में चलने वाले हर एक सभाओं में परमेश्वर की उस उपस्थिति को हम महसूस करने के लिए हम प्रार्थना करें. എല്ലാവരും പരസ്പരം ഓർത്ത് അല്ല പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ല തുടർച്ചയായും പ്രാർത്ഥിക്കണം. हम सब आपस में याद करके प्रार्थना करते रहते हैं और भी हम आगे प्रार्थना करते रहेंगे. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും.